നമസ്കാരം. മുഖ്യമന്ത്രിയെ പുറത്താക്കാൻ പാർട്ടി തയ്യാറെടുക്കുന്നു. ജയിലിലേക്ക് പോകാൻ ഒരാൾ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അതാരാണെന്നല്ലേ? അത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ശബ്ദിച്ചാൽ പിന്നെ അവരെ പോലീസ് വന്ന് പൊക്കുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പോലീസ് തൂക്കുന്നു, ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. മിണ്ടരുത് വിജയനെതിരെ, ഇതാണ് ആഹ്വാനം. ഇങ്ങനെ ജയിലിലേക്ക് പോകാൻ തയ്യാറായാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള യുവാക്കളും ചിലപ്പോൾ യുവതികളും അതിനേക്കാളേറെ ഈ മുഖ്യമന്ത്രിയുടെ തന്നെ പാർട്ടിയിലെ ആൾക്കാരടക്കം ജയിലിൽ നിറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പോകും പിണറായി വിജയൻ. അതുകൊണ്ട് ഈ സാഹസം നിങ്ങൾ മതിയാക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന തരത്തിലുള്ള വ്യാജ AI ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള N സുബ്രഹ്മണ്യനെതിരെ കോഴിക്കോട് ചേവായൂർ പോലീസ് കേസെടുത്തത് CPMന്റെ തീരുമാനപ്രകാരമാണ് എന്നുള്ളതാണ്. LDF UDF പ്രവർത്തകർക്കിടയിൽ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കുക എന്ന ബോധപൂർവമായ ലക്ഷ്യത്തോടെയാണ് ഈ ചിത്രം പങ്കുവച്ചത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ നടപടി എന്ന് പറയപ്പെടുന്നത്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 192 പ്രകാരം, അതായത് കലാപം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭാരതീയ ന്യായ സംഹിതയുടെ 192 വകുപ്പ് അനുസരിച്ചും കേരള പോലീസ് ആക്ട് സെക്ഷൻ 120, അതായത് പൊതുജന ശല്യമുണ്ടാക്കുന്ന തരത്തിലുള്ള കിംവദന്തികൾ പ്രചരിപ്പിക്കൽ, ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് അന്വേഷണം നടക്കുന്നത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അഗാധമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള അടിക്കുറിപ്പോടെയാണ് N സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ ഈ ചിത്രം പോസ്റ്റ് ചെയ്തത്. നേരത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോറ്റിയെ കേറ്റിയെ എന്ന പരിഹാസ ഗാനം അത് പ്രചരിപ്പിച്ചപ്പോൾ പോലീസ് കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്രിമമായിട്ട് നിർമ്മിച്ച ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നത് ഗൗരവകരമായിട്ടുള്ള കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നതിനാലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വ്യാജ ചിത്രങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റായിട്ടുള്ള സന്ദേശം നൽകുമെന്നും സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും പോലീസ് വിലയിരുത്തുന്നു. വളരെ ശരിയാണ്, 100%. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വ്യാജ ചിത്രങ്ങൾ ഒരു തരത്തിലും പ്രചരിപ്പിക്കുന്നത് അത് പിണറായി വിജയനെയോ നരേന്ദ്രമോദിയോ എന്ന് മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ ഇടയിൽ പോലും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ ചിത്രങ്ങൾ ഉപയോഗിച്ച് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന ഏതൊരു സമീപനവും ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നതില്ല. അതിന് നിയമപരമായിട്ടുള്ള രീതികൾ, നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുക തന്നെ വേണം. അത് സർക്കാരും പോലീസും ചെയ്യുന്നത് ശ്ലാഘനീയമാണ്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന വ്യാജ ചിത്രം, ഈ പിണറായി വിജയനും പോറ്റിയും തമ്മിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യാജ ചിത്രം. ആ ചിത്രം നേരത്തെ UDF നേതാവ് അടൂർ പ്രകാശും പ്രചരിപ്പിച്ചതായിട്ടും അത് AI നിർമ്മിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട MV ഗോവിന്ദൻ കോൺഗ്രസ് നേതാക്കൾ ഇത്തരം വ്യാജ പ്രചരണങ്ങളിലൂടെ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായിട്ട് വരും ദിവസങ്ങളിൽ കർശനമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം അത് മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ശക്തമായിട്ടുള്ള വാക്പോരിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഫോട്ടോയുടെ പേരിൽ കേസ് കൂടി വരുന്നത്. അതീവ സുരക്ഷാ വലയത്തിലുള്ള മുഖ്യമന്ത്രിയുടെ അരികിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി രഹസ്യമായിട്ട് എന്ത് കാര്യമാണ് സംസാരിച്ചത് എന്ന് വെളിപ്പെടുത്തണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയുമായിട്ട് മുഖ്യമന്ത്രിക്കുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവാണിത് എന്ന ആരോപണമാണ് ചെന്നിത്തല ഉയർത്തുന്നത്. അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും സോണിയാഗാന്ധിയുമായിട്ട് അവരുടെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങൾ CPM പുറത്തുവിടുകയും ചെയ്തിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും എളുപ്പത്തിൽ ലഭിക്കാത്ത സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഈ പ്രതികൾക്ക് എങ്ങനെ ലഭിച്ചു എന്ന് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി അടക്കം ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പോറ്റിയുടെ ചെവിയിൽ മന്ത്രിക്കുന്ന ചിത്രം കോൺഗ്രസ് ചർച്ചയാക്കിയതും
പുറത്തുവിട്ടതും. അതാണ് ഇപ്പോൾ കേസായതും സുബ്രഹ്മണ്യൻ അകത്തായതും. സ്വർണ്ണക്കള്ള കേസിലെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴും പ്രതികളുമായിട്ടുള്ള ഫോട്ടോകളെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് കേരളത്തിൽ കനക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല. മുഖ്യമന്ത്രി പ്രതിയുടെ ചെവിയിൽ മന്ത്രിക്കുന്ന തരത്തിലുള്ള ചിത്രം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് ഒരു തിരിച്ചടിയാകും, വൻ തിരിച്ചടിയാകുമെന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇത് പ്രചരിപ്പിച്ചത്. ഇത് തന്നെയാണ് സൈബർ സെല്ലിന്റെ വിലയിരുത്തലും. പക്ഷേ സൈബർ സെല്ലിന്റെ വിലയിരുത്തൽ എന്തുമാകട്ടെ, പക്ഷേ ഇവിടെ പാർട്ടി തീരുമാനങ്ങളിലേക്ക് ചെല്ലപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രചരണവും ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ പരാജയമൊക്കെ മുഖ്യമന്ത്രിക്ക് അനുകൂലമല്ല, പ്രതികൂലമാണ് പാർട്ടി ഘടകങ്ങളിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടികൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ളത് ഇനി മാറി നിൽക്കട്ടെ, ബാക്കിയുള്ളവർ നയിക്കട്ടെ എന്നുള്ള തരത്തിലുള്ള സമീപനത്തിലേക്ക് പോകുവാൻ CPM തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. കുറച്ചു കാലം കൂടിയുള്ള യാത്ര മാത്രമായിരിക്കും മുഖ്യമന്ത്രിക്കുള്ളത്. കാരണം മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. ഒപ്പം തന്നെ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു. മാത്രമല്ല CPM എന്ന് പറയപ്പെടുന്ന ദേശീയ പാർട്ടി പോലും ദേശീയ അടിസ്ഥാനത്തിലുള്ള നേതാക്കളല്ല ഇതിനകത്ത് സംസാരിക്കുന്നതേ എന്നും, പകരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതിനപ്പുറം മറ്റൊരു വാക്കുപോലും പറയുവാൻ ഒരാൾ പോലും അതിനകത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി വ്യക്തമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ CPM-നുള്ളിൽ ഇപ്പോഴും പിണറായി വിജയനെതിരായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. അതൊരു വലിയ വിഭാഗം, ബാക്കി അതിനകത്ത് ഒരിക്കലും അനുകൂലമല്ല. പക്ഷേ പിണറായി വിജയനോട് പ്രതികൂലമായി നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. ഒപ്പം തന്നെ ഒരു വലിയ വിഭാഗത്തിന് എതിർപ്പുകളുമുണ്ട്. അങ്ങനെയുള്ളവർ ഉള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ പുറത്താക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി CPM നയപരിപാടികൾ ചിലപ്പോൾ തീരുമാനിച്ചിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2026 തെരഞ്ഞെടുപ്പിൽ CPM നിലനിർത്തുന്ന മുഖ്യമന്ത്രി ആയിരിക്കില്ല പിണറായി വിജയൻ. മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരിക്കും CPM മുന്നോട്ട് വെക്കുന്നത്. നയിക്കാനും മുന്നോട്ട് നിൽക്കുവാനും ചിലപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു എന്നൊക്കെ പറയാനും പിണറായി വിജയന് പടമടക്കം ഉണ്ടായിരിക്കാം. പക്ഷേ CPM മത്സരത്തിന് ശേഷം പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ പാടെ തിരസ്കരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പകരം മറ്റൊരു നേതാവിനെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് CPM എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ആൾക്ക് നൽകിയ, CPM നൽകിയ അല്ലെങ്കിൽ പാർട്ടി നൽകിയ പല ഇളവുകളും അവസാനിപ്പിക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ CPM ഇത്രനാൾ സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്ക് അപച്യുതി ഉണ്ടായത്, മൂല്യച്യുതി ഉണ്ടായത്, തകർച്ച ഉണ്ടായത് എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പഠനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ അത് പാർട്ടിയെ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ മാറ്റി നിർത്തിയാൽ പാർട്ടി വീണ്ടും പഴയ താളത്തിലേക്ക് എത്തപ്പെടുകയും ജനങ്ങളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും വേണമെന്നുള്ളൊരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ CPM പുതിയ പന്ഥാവ് തുറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചു കയറുവാനുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും തന്നെയായിരിക്കും CPM ഒരുക്കുന്നത്. എന്തായാലും ഈ UDF-നകത്തെ തമ്മിലടി ഏത് വിധേനയും തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുഖ്യമന്ത്രിക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ മാറ്റി പുതിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെയും ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരിക്കും CPM മുന്നോട്ട് വരിക. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി വിജയന് പകരം മറ്റൊരു നേതാവായിരിക്കും വിജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകുക.